ഹായ് എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ? നിങ്ങളുടെ കൂടെയുള്ളത് കീരൂസ് ആണ്. നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കൂട്ടുകാർ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസുകൾ കാണുന്നെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ ഫേസ്ബുക്ക് പേജും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഇൻ്റർനെറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ബ്രൗസർ ചെയ്യാനോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള രീതിയിൽ തന്നെ ആ ഒരു ഇൻ്റർനെറ്റ് ഉപയോഗിക്കാനോ കഴിയുന്നുണ്ട്? ഇല്ല എന്ന് തന്നെയാവും പല ആളുകളുടെയും ഉത്തരം. അതിൻ്റെ കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻ്റർനെറ്റിൽ ചിലപ്പോൾ പല വെബ്സൈറ്റുകൾ ഓപ്പൺ ചെയ്യാൻ കഴിയാറില്ല, ചില തരത്തിലുള്ള ആപ്ലിക്കേഷൻസുകൾ റൺ ചെയ്യാൻ കഴിയാറില്ല, ചില തരത്തിലുള്ള ലൈവ് സ്ട്രീമിങ്ങുകൾ, ചില തരത്തിലുള്ള ഗെയിംസുകൾ ഇതൊന്നും ഉപയോഗിക്കാൻ കഴിയാറില്ല. ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുബായിലുള്ള കൂട്ടുകാർക്ക് വാട്സാപ്പ് പോലെയുള്ള ആപ്ലിക്കേഷൻ്റെ വോയിസ് വീഡിയോ കോളുകൾ ഡയറക്റ്റ് ഉപയോഗിക്കാൻ കഴിയില്ല. അവിടുത്തെ എത്തിസലാത്ത് ഡു എന്ന് പറയുന്ന ഈ രണ്ട് നെറ്റ്വർക്കിലും ഇത്തരത്തിലുള്ള ഫെസിലിറ്റികൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതുപോലെ ഇൻ്റർനെറ്റിലുള്ള തടസ്സങ്ങൾ മറികടന്ന് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? VPN എന്ന വിളിപ്പേരുള്ള വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് ഇത്തരത്തിലുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന പല ആപ്ലിക്കേഷൻസുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതെല്ലാം മറികടന്ന് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാറ്. ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ടോപ്പ് 10-ൽ ഒന്നാമത് നിൽക്കുന്ന ഏറ്റവും കിടിലനായ ഒരു VPN ആപ്ലിക്കേഷനെ കുറിച്ചാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ രാജ്യത്തുമുള്ള ഡെഡിക്കേറ്റഡ് സെർവറുകൾ നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. അത് ഗെയിം കളിക്കാനായിക്കോട്ടെ, ഓൺലൈൻ സ്ട്രീമിംഗ് ആയിക്കോട്ടെ, ഇനി മറ്റു പല ആവശ്യങ്ങൾക്കായിക്കോട്ടെ, എല്ലാം നമുക്ക് തരുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഡെഡിക്കേറ്റ് സെർവറുകളാണ്. ആപ്ലിക്കേഷൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി താഴെയുള്ള ലിങ്കിൽ നിന്ന് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ നേരിടുകയാണ് എന്നുണ്ടെങ്കിൽ www.keerus.in എന്ന് പറയുന്ന നമ്മുടെ വെബ്സൈറ്റിലും ഈ ഒരു ആപ്ലിക്കേഷനും അതിനെക്കുറിച്ചുള്ള പൂർണ്ണ മലയാളത്തിലുള്ള വിവരണവും ലഭ്യമാണ്. അവിടെ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും. നമ്മൾക്ക് പരിചയപ്പെടാം ഇന്നത്തെ ഈ ഒരു VPN ആപ്ലിക്കേഷനെ കുറിച്ച്. നമ്മൾക്ക് നമ്മുടെ VPN ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു ഇൻ്റർഫേസ് ആണ് കാണാൻ കഴിയുക. ഇവിടെ ഒരു കണക്ട് എന്ന് പറഞ്ഞൊരു ടാബ് കാണാൻ കഴിയും. അതിന് താഴെയായിട്ട് സ്മാർട്ട് ലൊക്കേഷൻ എന്നും കാണാൻ കഴിയും. അതിന് താഴെ ഓട്ടോ SSX TCP HTTPS എന്ന് പറഞ്ഞ ഒരു 5 ഓപ്ഷൻ അധികമായിട്ടും കാണാൻ കഴിയും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ 3 ബാറുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കൂടുതൽ ഫീച്ചേഴ്സുകൾ ഉപയോഗിക്കാനുള്ള ഭാഗങ്ങൾ ഇവിടെ കാണാൻ കഴിയും. ഇനി നമുക്കിവിടെ സ്മാർട്ട് ലൊക്കേഷൻ എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അതിന് മുകളിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് ആദ്യം സ്മാർട്ട് ലൊക്കേഷൻ എന്നും അതിന് താഴെ വീഡിയോ, മ്യൂസിക്, ഗെയിം, അതിന് താഴെയായിട്ട് ഒട്ടനവധി രാജ്യത്തെ സെർവറുകൾ ഇതുപോലെ കാണാൻ കഴിയും. നിങ്ങൾക്ക് എന്താണോ ഓപ്പൺ ചെയ്യേണ്ടത് അതിനനുസരിച്ച് നമ്മൾക്ക് ഇവിടെ നിന്ന് സെർവറുകൾ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വീഡിയോ സ്ട്രീമിംഗ് ആപ്ലിക്കേഷൻസുകളാണ് നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടത്, ഉദാഹരണത്തിന് നെറ്റ്ഫ്ലിക്സ് പോലെ ബ്ലോക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് ഏറ്റവും ബെറ്ററായ ഒരു ഡെഡിക്കേറ്റഡ് സെർവർ ഈ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് തരും. ഇനി ഗെയിംസ് ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ കോൾ ഓഫ് ഡ്യൂട്ടി, PUBG, ലോൾ വൈൽഡ് റിഫ്റ്റ് അങ്ങനെ തുടങ്ങി ഒട്ടനവധി ഗെയിമുകളുടെ ഡീറ്റെയിൽസ് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങളുടെ നെറ്റ്വർക്കിൽ ഇതിലേതെങ്കിലും ഗെയിം റൺ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു സെർവർ ഉപയോഗിച്ചിട്ട് ഗെയിം കളിക്കാൻ കഴിയും. ഇനി അതല്ല, നിങ്ങൾക്കൊരു പർട്ടിക്കുലർ സെർവർ തന്നെ വേണം. അപ്പോൾ അതിന് താഴെയായിട്ട് ഇവിടെ ഇങ്ങനെ സെർവറുകൾ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു സെർവർ നിങ്ങൾക്ക് ഇവിടുന്ന് ചൂസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ദുബായിലാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ സെർവർ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഇന്ത്യൻ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ തന്നെ ബാംഗ്ലൂർ, മുംബൈ ഈ 2 ഡെഡിക്കേറ്റഡ് സെർവറുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി നമുക്ക് വേറെ ഏതെങ്കിലും രാജ്യത്തെ സെർവറുകൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ ഓപ്ഷൻ ഉണ്ട്. ഇനി ഇവിടെ സ്മാർട്ട് ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന നെറ്റ്വർക്കിന് അനുയോജ്യമായ സെർവർ ഈ ആപ്ലിക്കേഷൻ തന്നെ നമുക്ക് സെലക്ട് ചെയ്ത് എടുത്തു തരും. ഇവിടെ കണക്റ്റിംഗ് കൊടുക്കാം. ഇപ്പം നമ്മൾക്കിവിടെ വന്നിട്ടുള്ളത് നെതർലാൻഡിൻ്റെ ഒരു സെർവറാണ് ആംസ്റ്റർഡാമിലുള്ളത്. ഇനി ഈ ഒരു സെർവർ തന്നെയാണോ നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് ചെക്ക് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്യാം. ശേഷം നമുക്കിവിടെ മൈ IP എന്ന് സെർച്ച് ചെയ്യാം. ഇപ്പം നമുക്കിവിടെ IP കാണാൻ കഴിയും. ഇനി നമ്മുടെ ഈ ഒരു IP അഡ്രസ്സ് ഏത് രാജ്യത്തെയാണ് എന്നുള്ളത് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ താഴോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് നമുക്ക് അതിന് വേണ്ടി ചൂസ് ചെയ്യാം കേട്ടോ. ഇവിടെ ഉണ്ട് നമ്മളുടെ IP അഡ്രസ്സിൻ്റെ ലൊക്കേഷൻ വന്നിട്ടുള്ളത് US ആണ്. നമുക്ക് തൽക്കാലം വീണ്ടും VPN ഒന്ന് ഓപ്പൺ ചെയ്യാം. നമുക്കത് ഡിസ്കണക്ട് ചെയ്യാം. വീണ്ടും നമുക്കൊന്ന് കണക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ ലൊക്കേഷൻ ഇവിടെ മാറിയത് കാണാൻ കഴിയും. ഇപ്പോൾ അടുത്ത സെർവറിലോട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇവിടെ നിങ്ങൾക്ക് താഴെ ഇപ്പോൾ ഉണ്ടോ നമ്മൾ സെർവറുകൾ മാറിയിട്ടുണ്ട്. നമ്മളിവിടെ താഴെ ഓരോ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ സെർവർ 2ലോട്ട് മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു VPN ഉപയോഗിക്കുന്ന സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യം ഇവിടെ കിൽ സ്വിച്ച് എന്ന് കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്യാം. ഇതിവിടെ എനാബിൾ ചെയ്ത് കൊടുക്കണം. അഥവാ
ഈ ഒരു VPN ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കലി ഡിസ്കണക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ബാക്കപ്പിലുള്ള ഇൻ്റർനെറ്റ് അതിൻ്റെ IP എവിടെയും ഷോ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ഇനി നമുക്കിത് ഡിസ്കണക്ട് ചെയ്യാം. ഡിസ്കണക്ട് ചെയ്തിട്ട് വീണ്ടും ഒരിക്കൽ കൂടി നമ്മുടെ IP ഏതാണെന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഇപ്പോൾ IP ഇവിടെ മാറിയത് കൂട്ടുകാർ കാണാൻ കഴിയും. ഇനി ഒരിക്കൽ കൂടി നമുക്ക് ആ വെബ്സൈറ്റിൽ പോവാം. കണ്ടോ, ഇപ്പോൾ എൻ്റെ IP മാറിയിട്ട് ഇന്ത്യ, കേരള, മലപ്പുറം എന്നായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ആപ്ലിക്കേഷൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ വീഡിയോ കണ്ട കൂട്ടുകാർക്കെല്ലാം ഒരിക്കൽ കൂടി നന്ദി. ഇന്നത്തേക്ക് ഇവിടെ സൈനിങ് ഔട്ട്, കീരൂസ്.